ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും RSSനുമെതിരെ കടുത്ത വിമർശനവുമായി US മാധ്യമ പ്രവർത്തകൻ പീറ്റർ ഫെഡറിക്. ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിനായി പ്രവർത്തിക്കുന്ന RSSും അതിന്റെ ഉൽപ്പന്നമായ മോദിയും ലോകത്തെ വലതുപക്ഷ തീവ്രവാദത്തിന് പ്രചോദനം നൽകുകയാണ് എന്നാണ് US ഹൂസ്റ്റൺ സിറ്റി കൗൺസിലിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പീറ്റർ വിമർശിച്ചത്. 2002 ഗുജറാത്ത് കലാപത്തിൽ 2000-ലധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട കേസിലെ ആരോപണ വിധേയനാണ് മോദിയെന്നും അന്ന് കലാപത്തിൽ പങ്കെടുത്ത പലരും ഇത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വെളിപ്പെടുത്തിയതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം മോദിക്ക് 10 വർഷത്തേക്ക് വിസ നിഷേധിച്ച രാജ്യവുമാണ് അമേരിക്ക. ലോകത്തെ ഞെട്ടിച്ച 2011 നോർവേ കൂട്ടക്കുരുതി തുടർന്നിങ്ങോട്ട് നിരവധി വലതുപക്ഷ ഭീകരവാദത്തിന് വഴിമരുന്നിടുകയുണ്ടായി. അമേരിക്കയിലെ ടെക്സസിലും ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലും ആക്രമണങ്ങൾ നടന്നത് നോർവേ കൂട്ടക്കുരുതിയുടെ ആവേശം ഉൾക്കൊണ്ടാണ്. 77 പേരെ കൊന്ന ആൻഡേഴ്സ് ബ്രെവിക് അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ ലോകത്തെ വിവിധയിടങ്ങളിലെ വലതുപക്ഷ ആശയങ്ങൾ തന്നെ സ്വാധീനിച്ചതായി പറയുന്നുണ്ട്. ഇന്ത്യയിലെ RSSനെയും അതിന്റെ പ്രത്യയശാസ്ത്രത്തെയും ബ്രെവിക് പ്രശംസിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് എന്നും പീറ്റർ ഫെഡറിക് പറയുന്നു. ഒരു ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന RSSനെ പ്രകീർത്തിക്കുന്ന ബ്രെവിക് തെരുവുകളിൽ ഭീതി പടർത്തി കലാപമുണ്ടാക്കി മുസ്ലിം വിരോധം ആളിക്കത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളെ അനുമോദിച്ചിരുന്നതായും ഫെഡറിക് ചൂണ്ടിക്കാട്ടി. നാസികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1925 നിലവിൽ വന്ന RSSൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത്. ഇന്ന് മോദിയുടെയും RSSന്റെയും ഏകാധിപത്യത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ, മുസ്ലിം, ദളിത് വിഭാഗങ്ങളും RSSനെ എതിർക്കുന്നവരും ഭീതിയോടെയാണ് കഴിയുന്നതെന്നും ഫെഡറിക് പറയുന്നു. രക്തപങ്കിലമാണ് മോദിയുടെ കൈകൾ. മോദിക്ക് ചുവന്ന പരവതാനി വിരിക്കുന്നവർ ഈ കൂട്ടക്കൊലകളിൽ അക്രമികളുടെ പക്ഷത്താണ് എന്നും ഫെഡറിക് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.